പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റുകളിൽ ഒന്നാമത്തേത് ഈ ചൊവ്വാഴ്ച നടക്കാൻ പോകുന്ന മൺഡേ നൈറ്റ് റോ എപ്പിസോഡിലേക്ക് ഹോൾ ഓഫ് ഫെയിമറായ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം പ്രൊഫഷണൽ റെസ്ലറായ ബ്രെറ്റ് ഹാർട്ടിൻ്റെ ഒരു അപ്പിയറൻസ് WWE സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബ്രെറ്റ് ഹാർട്ടിൻ്റെ ഈ ഒരു അപ്പിയറൻസിൻ്റെ വാർത്ത പുറത്തേക്ക് വന്നതിന് ശേഷം PW ഇൻസൈഡർ ഒരു സ്പോയിലർ പുറത്തേക്ക് കൂട്ടിയിട്ടുണ്ട്. നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഗിന്ദറിനെയും കൂടി ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ടുള്ള ബ്രെറ്റ് ഹാർട്ടിൻ്റെ ഒരു സെഗ്മെൻറ്റ് റോ എപ്പിസോഡിൽ നടക്കും എന്നാണ് PW ഇൻസൈഡർ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗിന്ദറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കിട്ടാൻ പോകുന്ന ഒരു സെഗ്മെൻറ്റാണ് ഈ ചൊവ്വാഴ്ച നടക്കുന്ന മൺഡേ നൈറ്റ് റോയിൽ നമുക്ക് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ മറ്റൊരു അപ്ഡേറ്റ് ദി റോക്കിൻ്റെ തിരിച്ചുവരവിനോട് അനുബന്ധിച്ചാണ്. എക്കാലത്തെയും മികച്ച സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളായ റോക്ക് റസൽമീനിയ 40 മത്സരിച്ചു. അതിനുശേഷമുള്ള മൺഡേ നൈറ്റ് റോ എപ്പിസോഡിൽ അപ്പിയർ ചെയ്തു. കോഡിക്കെതിരെ ഇനിയും മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്നുള്ളത് അറിയിച്ചുകൊണ്ട് തൻ്റെ അടുത്ത ഒരു തിരിച്ചുവരവ് കോഡിക്കെതിരെയുള്ള സ്റ്റോറി ലൈൻ്റെ ഭാഗമായിട്ടായിരിക്കും എന്നുള്ളതും റോക്ക് പറഞ്ഞു പോയി. പക്ഷേ റോക്കിൻ്റെ പിന്നീടുള്ള ഒരു തിരിച്ചുവരവിൻ്റെ യാതൊരുവിധ സൂചനയും ഇതുവരെ നമുക്ക് ലഭിച്ചിരുന്നില്ല. എന്നാൽ ഇന്നലെയോടുകൂടി ഒരു റൂമർ പുറത്തേക്ക് വരികയുണ്ടായി. റോക്ക് അടുത്ത മാസം, അതായത് ഒക്ടോബറിലോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള നവംബറിലോ ഇതിൻ്റെ ഉള്ളിൽ WWE പ്രോഗ്രാമിലേക്ക് തിരികെ വരാൻ പോകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സ്റ്റോറി ലൈൻ പ്രകാരം റോക്കിൻ്റെ ഒരു തിരിച്ചുവരവ് നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. സ്മാക്ഡൗൺ ബ്രാൻഡിലേക്കായിരിക്കും റോക്കിൻ്റെ ആ ഒരു തിരിച്ചുവരവ് എന്നുള്ളതും റൂമേഴ്സ് പ്രകാരം കേൾക്കുന്നുണ്ട്. സ്മാക്ഡൗണിലേക്കാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ബ്ലഡ് ലൈൻ സ്റ്റോറി ലൈൻ്റെ ഭാഗമായിട്ടുള്ള റോക്കിൻ്റെ ചില സെഗ്മെൻറ്റുകൾ നമുക്ക് കാണാൻ സാധിച്ചേക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള സെഗ്മെൻറ്റായി നടക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് നിലവിൽ സോളോ സിക്കോവ ബ്ലഡ് ലൈൻ ഗ്രൂപ്പിൻ്റെ നേതൃത്വം ഏറ്റെടുത്തിട്ടുള്ളത്, ട്രൈബൽ ചീഫ് പൊസിഷൻ ഏറ്റെടുത്തിട്ടുള്ളത് ഫൈനൽ ബോസ് എന്ന് അറിയപ്പെടുന്ന റോക്കിൻ്റെ നിർദ്ദേശപ്രകാരമാണെന്നുള്ളത് സോളോ വെളിപ്പെടുത്തുകയും ആ ഒരു മൊമെൻറ്റിൽ റോക്കിൻ്റെ ഒരു അപ്പിയറൻസ് നടക്കുകയും ചെയ്യുകയായിരിക്കും. അപ്പോൾ റോമൻ റീൻസും റോക്കും തമ്മിലുള്ള ആ ഒരു ഫ്യൂഡിലേക്കുള്ള ആദ്യ സ്റ്റെപ്പ് ഈ പ്രാവശ്യത്തെ റോക്കിൻ്റെ വരവോടുകൂടി അവർക്ക് കാണിക്കാൻ സാധിക്കും. പക്ഷേ റോക്ക് തുടർച്ചയായി വരാത്തത് കൊണ്ട് തന്നെ അവർക്ക് കൃത്യമായി ഈ ഒരു സ്റ്റോറി കൊണ്ടുപോകാൻ സാധിക്കില്ല. അവിടെയാണ് റോമൻ്റെ ബ്ലഡ് ലൈനും സോളോയുടെ ബ്ലഡ് ലൈൻ അഥവാ റോക്കിൻ്റെ ബ്ലഡ് ലൈനും തമ്മിലുള്ള ആ ഒരു വാർ ഗെയിംസ് മത്സരവും അതിനോട് അനുബന്ധിച്ചുള്ള സ്റ്റോറി ലൈനുകളുമൊക്കെ നടന്നു പോകാൻ സാധ്യത. ഇങ്ങനെയുള്ള ജസ്റ്റ് ഒരു സ്റ്റോറി ലൈനിൻ്റെ ഒരു റൂമർ നിലവിൽ കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതും കൂടി ഇതിൻ്റെ ഒപ്പം പങ്കുവച്ചത്. അപ്പോൾ റോക്കിൻ്റെ ഒരു റിട്ടേൺ ഇനി സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ഈ 3 മാസങ്ങൾക്കുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ള ഒരു റൂമർ കേൾക്കാൻ സാധിക്കുന്നത്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.